ഇറാനിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നാടുകടത്തപ്പെട്ട ഇറാൻ പൗരന്മാരും ഇറാനിൽ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന നേതാക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തു. ഈ സമയം പാഴാക്കരുതെന്നും ഈ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം നേടണം എന്നതുമാണ് ഇറാനിലെ വിമതരുടെ ആഹ്വാനം. തെരുവ് പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ കുർദിഷ്, ബലൂച്ച് വിഘടനവാദ ഗ്രൂപ്പുകൾ ഉയർന്നുവരാൻ ഒരുങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്രായേലി ആക്രമണങ്ങൾ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ തകർക്കുകയാണ്. ഇറാൻ ഇന്നുവരെ കാത്തുസൂക്ഷിച്ച മതചട്ടക്കൂടും ബുർഗ ചട്ടങ്ങളും മറികടക്കാൻ ഒരു വിഭാഗം തെരുവിലിറങ്ങും എന്നതിന്റെ സൂചനകൾ വരുന്നു. എന്നാൽ ഇറാൻ പുറത്താക്കിയതും ഇപ്പോൾ ഇറാന്റെ പുറത്തു താമസിക്കുന്നതുമായ വിമത വിഭാഗം നേതാക്കളാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാനിലെ നിലവിലുള്ള സാംസ്കാരിക നേതാക്കളും മറ്റ് സംഘടനകളും ഇതുവരെയും ഇവരുടെ ആഹ്വാനം ഏറ്റെടുത്തിട്ടില്ല. ഇവർ പറയുന്നതനുസരിച്ച് സ്വന്തം രാജ്യം വലിയ പ്രതിസന്ധിയും തകർച്ചയും നേരിടുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കണം എന്നതാണ്. എന്തായാലും പാകിസ്ഥാൻ അതിർത്തിയിലെ ബലൂച്ചുകളും കുർദിഷ് വിഘടനവാദ ഗ്രൂപ്പുകളും ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. ഇസ്രായേലി ആക്രമണങ്ങൾ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ തകർക്കുന്നു എന്ന് തന്നെ പറയാം. 1979 വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ദുർബലമായി കാണപ്പെട്ടിട്ടുണ്ടെങ്കിലും 46 വർഷത്തെ ഭരണത്തിനെതിരായ ഏതൊരു നേരിട്ടുള്ള വെല്ലുവിളിയും ഏതെങ്കിലും തരത്തിലും ജനകീയ പ്രക്ഷോഭവും ഇതുവരെയും കാര്യമായി ഉണ്ടായില്ല. കുറച്ചുനാൾ മുൻപ് പർദ്ദ ഉപേക്ഷിക്കാൻ അനുവദിക്കണമെന്ന് സ്ത്രീകളുടെ സമരമുണ്ടായിരുന്നു. 900 സ്ത്രീകളെ വധിച്ചുകൊണ്ടായിരുന്നു ഖൊമേനി ആ സമയത്ത് സമരത്തെ അടിച്ചമർത്തിയത്. പർദ്ദ ഒഴിവാക്കൽ സമരത്തിൽ പങ്കെടുത്ത 1370 സ്ത്രീകൾ ഇറാനിൽ ഇന്നും അംഗഭംഗം വന്നവരും ഇറാൻ മത പോലീസിന്റെ പീഡനത്തിനും ഇരകളായി ജീവിക്കുന്നു. അന്ന് പർദ്ദയ്ക്കെതിരെ സമരം നടത്തിയ 500-ലേറെ പേർ ഇറാനിൽ ഇന്നും ജയിലിലാണ്. ഒരു വസ്ത്ര ആചാരത്തിന്റെ പേരിലാണ് ഇത്രമാത്രം കൊടും ക്രൂരത ഖൊമേനി സ്വന്തം സ്ത്രീകളോട് കാണിച്ചത്. ഇനിയും അത്തരമൊരു പ്രക്ഷോഭം സാധ്യമാണോ അതോ ആസന്നമാണോ എന്നത് ചർച്ചാ വിഷയമാണ്. പരേതനായ ഷായുടെ മകനും US ആസ്ഥാനമായുള്ള റെസ പഹൽവി ഈ ആഴ്ച മാധ്യമ അഭിമുഖത്തിൽ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിതെന്നും പ്രഖ്യാപിക്കുകയും ഇത് നമ്മുടെ ചരിത്രത്തിലെ നിമിഷമാണ് എന്ന് പറയുകയും ചെയ്തു. ഭരണമാറ്റത്തിന് തുടക്കമിടുന്നത് തീർച്ചയായും ഇസ്രായേലിന്റെ ഒരു യുദ്ധ ലക്ഷ്യമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികളെ അഭിസംബോധന ചെയ്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള വഴി ഞങ്ങൾ ഒരുക്കുകയാണ് എന്ന് പറഞ്ഞു. വിജയത്തിന്റെ ഒപ്പം പൊതുപ്രകടനങ്ങളെ തടയുന്നതിൽ ഖൊമേനി മത പോലീസിനെ രംഗത്തിറക്കും എന്നും സൂചനയുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ഇറാനിൽ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ പലപ്പോഴും വിന്യസിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാജിസ് മിലീഷ്യയിലെ അംഗമായ മുഹമ്മദ് അമീൻ ഇസ്രായേൽ ചാരന്മാരെ വേരോടെ പിഴുതെറിയുവാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുവാനും കോമിലെ തന്റെ യൂണിറ്റ് ജാഗ്രത പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിരുന്നാലും മുൻ പ്രതിഷേധങ്ങളെ തകർത്ത ഒരു സുരക്ഷാ ശ്രേണിയെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറാനിൽ ഖൊമേനിയുടെ പോലീസിന്റെ നീക്കങ്ങൾ നടക്കുന്നത്. ഇറാനിയൻ അധികാരികളോടും ഇസ്രായേലിനോടും കോപവും ജനങ്ങളിൽ വർദ്ധിപ്പിച്ചുവെന്നും ഇറാൻ ആക്ടിവിസ്റ്റുകൾ പറയുന്നു. ഞങ്ങൾ ഇറാന്റെ സ്വേച്ഛാധിപത്യത്തെയും ഇസ്രായേലിനെയും ഒന്നിച്ച് എതിർക്കുന്നുവെന്നും ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു. ആളുകൾ എങ്ങനെയാണ് തെരുവിലിറങ്ങേണ്ടത്? ഇത്രയും ഭയാനകമായ സാഹചര്യങ്ങളിൽ ആളുകൾ സ്വയം രക്ഷിക്കുന്നതിലും ജാഗ്രത പാലിക്കുന്നു. വളർത്തുമൃഗങ്ങളെയും പോലും രക്ഷിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇറാൻ വിടുന്നതിന് മുൻപ് 6 വർഷം ജയിലിൽ കഴിഞ്ഞ പ്രമുഖ ആക്ടിവിസ്റ്റായ അറ്റീന റെഡി പറയുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.